കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കായിക വകുപ്പും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും ഏറെ കൊട്ടിഘോഷിച്ച ഒന്നായിരുന്നു മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരിക, അർജൻറ്റീനൻ ടീമിനെ കേരളത്തിൽ കൊണ്ടുവരിക, അവരുടെ സൗഹൃദ മത്സരം നടത്തുക എന്നത്. എന്നാൽ ഇതിൽ തട്ടിപ്പും നിയമലംഘനവും ചട്ടവിരുദ്ധവുമായ നടപടികളാണ് നടന്നതെന്നാണ് ഇപ്പോൾ കായിക വകുപ്പ് പുറത്തുവിടുന്ന റിപ്പോർട്ട്. കായിക വകുപ്പിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. ഈ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷന് കേരളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് വലിയ തുക 126 കോടി കൈമാറി എന്നായിരുന്നു ഈ സ്പോൺസർമാർ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ തുക കൈമാറിയതിന് യാതൊരു രേഖകളും ഇല്ല എന്നാണ് കായിക വകുപ്പിൻ്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൂടാതെ സർക്കാരും അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ടും സർക്കാരും ഈ സ്പോൺസർ ചെയ്ത ഈ ടീമുമായിട്ടും ഏതെങ്കിലും തരത്തിൽ കരാറോ അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും നിയമപരമായ രേഖകളോ ഇല്ലെന്ന് കൂടിയിട്ട് ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ഈ ക്രമക്കേടുകൾ വിജിലൻസിനും അതുകണക്ക് തന്നെ കേന്ദ്ര ഏജൻസികളും അന്വേഷിക്കണമെന്ന് കൂടിയിട്ട് കായിക വകുപ്പ് ശുപാർശ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് തന്നെ മെസ്സി വരുന്നു അല്ലെങ്കിൽ മെസ്സി കേരളത്തിലേക്ക് എത്തുന്നു എന്ന വലിയ ചർച്ചയാവുകയും കായിക പ്രേമികളെ ആവശ്യത്തിലാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അതിലെ പൊള്ളത്തരങ്ങൾ പുറത്തു വരികയും ചെയ്തു. ഇപ്പോൾ ഈ കായിക വകുപ്പിൻ്റെ റിപ്പോർട്ട് കൂടി പുറത്തു വന്നു കൂടിയിട്ട് അത് വീണ്ടും വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്കാണ് അജിംസ്, ഈ കേന്ദ്രത്തിൻ്റെ ഒരു അനുമതി വാങ്ങുന്നു, സംസ്ഥാന സർക്കാർ പറയുന്നു അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തിലേക്ക് വരാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്, അവർക്ക് പൈസ കൈമാറണം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് പൈസ കൈമാറാനുള്ള അനുമതി വാങ്ങുന്നു. അതിനുശേഷം ഈ പൈസ കൈമാറിയെന്ന് സ്പോൺസർമാർ പറയുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് യാതൊരു രേഖകളും ഇല്ലെന്ന് ഇപ്പോൾ കായിക വകുപ്പ് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അല്ല, പൈസ കൊടുത്തതിന് രേഖയില്ല എന്നല്ല റിപ്പോർട്ട് പറയുന്നത്. ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു വളരെ പ്രൊസീജിയറായിട്ടുള്ള കുറേ എറേഴ്സാണ്. നമ്മൾ മുമ്പ് മെസ്സി വരുമോ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ മെസ്സി വരില്ല, എന്തുകൊണ്ട് വരില്ല എന്നതിന് കാരണമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, ആര് വഴിയാണ് ഇതിൻ്റെ നെഗോഷിയേഷൻ നടക്കേണ്ടത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ആര് ത്രൂ ആണ് ഇൻവിറ്റേഷൻ പോകേണ്ടത്, മറ്റു കാര്യങ്ങൾ നടക്കേണ്ടത്. ഒന്ന്, ഇതൊരു പ്രൈവറ്റ് പരിപാടിയാണോ അതല്ല കേരള സർക്കാരിന് പൂർണ്ണമായ നിയന്ത്രണമുള്ള പരിപാടിയാണോ? ഇത്തരം ചോദ്യങ്ങളിലൊരു ആംബിഗ്വിറ്റി നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇത് അത് മാത്രമല്ല, കാരണം പല കാരണങ്ങളാണ് മെസ്സി വരാതിരുന്നത്. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട ലീഗൽ പ്രശ്നമാണ്, ഒരു നിയമപ്രശ്നമാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്ന അത്തരം കാര്യങ്ങളാണ്. റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ AFA ഡോക്യുമെൻറ്റ്. അതായത് അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ സബ്മിറ്റ് ചെയ്ത ഒരു രേഖ, ആ രേഖ ഒട്ടും ഫോർമലായിരുന്നില്ല, ഒരു ബ്രോഷർ പോലെയാണ് ഉണ്ടായിരുന്നത്. ബ്രോഷർ അല്ലല്ലോ ഇതിനുവേണ്ടി കൊടുക്കേണ്ടത്. മറ്റൊന്ന് എന്താണ് ഈ പറയുന്ന ഫുട്ബോൾ അസോസിയേഷൻ്റേത് എന്ന പേരിൽ കൊടുത്ത പ്രശ്നമല്ല, അവരെ കുഴപ്പമല്ല. അതായത് ഈ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാധ്യമങ്ങളൊക്കെ കണ്ടിരുന്ന എഗ്രിമെൻറ്റിലാണ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു യഥാർത്ഥത്തിലുള്ള എഗ്രിമെൻ്റ് ആണോ, ഫൈനൽ എഗ്രിമെൻ്റ് ആണോ, അതിൽ സർക്കാർ പങ്കാളിയാണോ? ആ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി എന്നതിൽ സർക്കാരും പങ്കാളിയാവേണ്ടതാണല്ലോ. സർക്കാരിന് അതിലൊരു സ്റ്റേക്കും ഇല്ല. അത് RBC എന്ന റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും AFAയുമായിട്ടുള്ളൊരു എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻ്റ് തന്നെ സൈൻ ചെയ്തതല്ല, അതിനൊരു ലീഗൽ വാലിഡിറ്റി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ച രേഖകളിൽ, വിവരങ്ങളിൽ എന്താണ് അബ്സബ്സ്റ്റാൻഷിയേറ്റഡ് ഇൻഫർമേഷൻസ് ഉണ്ട്. അതായത് ഈ പറയുന്ന എഗ്രിമെൻ്റ് സമർപ്പിച്ചിട്ടില്ല എന്ന് മാത്രം തന്നെ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മെസ്സി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമോ ഇല്ലേ. അതുപോലെ നമ്മൾ അന്ന് ചർച്ച ചെയ്ത കാര്യമാണ്, ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ അറിഞ്ഞിട്ടേ ഇല്ല ഈ സംഭവങ്ങളൊന്നും. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പരിപാടി നടക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു, എങ്ങനെയാണ് ഇത്തരം ഫ്രണ്ട്ലി മാച്ചസ് സംഘടിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പരിചയക്കുറവുള്ളൊരു കമ്പനിയാണ് ഈ പറയുന്ന RBC. അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അവരിൽ ആകെയുള്ളത് എന്താണ്? പണമാണ്. പണം ഉണ്ടെങ്കിൽ മെസ്സി വരും എന്ന ധാരണയിൽ നടത്തിയപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഒന്ന്. രണ്ട്, അത്തരമൊരു പരിപാടിക്ക് സംസ്ഥാന സർക്കാർ എങ്ങനെ കൂട്ടുനിന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു പ്രൈവറ്റ് പരിപാടിയാണ് അങ്ങനെയാണെങ്കിൽ ഇത്. ആ പ്രൈവറ്റ് പരിപാടിയിൽ എങ്ങനെയാണ്, അതായത് ഇവർ കരാർ ഒപ്പിട്ട 4-ാം ദിവസമാണ് സംസ്ഥാന സർക്കാർ ഉത്തരവിടുന്നത് ഇങ്ങനെ ഒരു പരിപാടിക്ക്. ആദ്യം കരാർ ഒപ്പിടുന്നു, പിന്നീട് ഉത്തരവിടുന്നു. അതായത് ഇവരോട് എന്തുകൊണ്ടും ചെയ്തോ, ഞങ്ങൾ പുറകെയുണ്ട് എന്ന് പറയുക. സർക്കാർ വേറെ തരത്തിലുള്ള റോളും ഇല്ല. അങ്ങനെയുള്ള ഒരുപാട് ക്രമക്കേടുകൾ, അത് ഈ സ്റ്റേഡിയം കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. സ്റ്റേഡിയം കൈമാറുമ്പോൾ സ്വാഭാവികമായിട്ട് സെക്യൂരിറ്റി പൈസ മേടിച്ച് വെക്കണം, 5 കോടി രൂപയെങ്കിലും, അത് വാങ്ങിയില്ല. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വയലേഷൻസ്. മറ്റൊന്ന്, ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയാണ് ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ വിളിച്ചു ചേർത്തത്. അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതായത് സെക്രട്ടേറിയറ്റ് മാനുവലിന് വിരുദ്ധമായിട്ട് നടപടിക്രമങ്ങൾ, അതായത് നടപടിക്രമങ്ങളിൽ മൊത്തം അട്ടിമറിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇതിന് കൂട്ടുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിൽ ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും ഗൗരവമുള്ള വിഷയം എന്ന് പറയുന്നത് $15 മില്യൺ ഈ പറയുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനി അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷന് കൈമാറി. അത് രേഖയുണ്ട്, കൈമാറിയത് രേഖ അവർ പരിശോധിച്ചിട്ടുണ്ട്, അത് കൈമാറിയെന്ന് ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്.
$15 ബില്യൺ എന്ന് നല്ലൊരു തുകയാണ്. അതായത് 140 കോടി രൂപ വരും. ഇത്രയും രൂപ ഇവരാർക്കാണ് കൈമാറിയത്? അർജൻറ്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ആണോ എന്ന് നോക്കുമ്പോൾ അല്ല. അത് കൈമാറിയിട്ടുള്ളത് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനെ ഏൽപ്പിച്ചിട്ടുള്ള മറ്റൊരു ഏജൻസിക്കാണ്. ആ ഏജൻസി യഥാർത്ഥത്തിൽ അത് വേറൊരു തരത്തിലുള്ളൊരു സ്കാം, ഒരു അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഏജൻസി. അമേരിക്ക ആസ്ഥാനമായിട്ടുള്ളൊരു ഏജൻസിയാണ്, ഒരു LLC, ഒരു കമ്പനിയാണത്. ആ കമ്പനിയാണ് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കമേഴ്ഷ്യലിനുള്ള പണം വാങ്ങാനും അതുപോലെ ഇത്തരത്തിലുള്ള ഫ്രണ്ട്ലി മാച്ചിൻ്റെ പണം വാങ്ങാനും ഒക്കെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2021 വരെ അർജൻറ്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ഇത്രയും പൈസ നേരിട്ട് സ്വീകരിക്കുകയായിരുന്നു. 21-ന് ശേഷമാണ് ഈ കമ്പനിയെ ഏൽപ്പിച്ചത്. അപ്പോൾ ഈ കമ്പനി ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് അവിടെ അമേരിക്കയിൽ നടക്കുന്ന അന്വേഷണം എന്താണെന്ന് വെച്ചാൽ, ഈ കമ്പനി ഇവരിൽ നിന്ന് പണം വാങ്ങുന്നു. ഈ വാങ്ങിയ പണം പാർട്ടികളിൽ നിന്ന് പണം വാങ്ങുന്നു. ഉദാഹരണത്തിന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനി ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്ന് പണം വാങ്ങുന്നു. അങ്ങനെ വാങ്ങിയ പണം ചില ഷെൽ കമ്പനികളിലേക്ക് നിക്ഷേപിക്കുന്നു. ഈ ഷെൽ കമ്പനികൾക്ക് അർജൻറ്റീൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഭാരവാഹികളുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ അത് മണി ലോണ്ടറിങ് ആണ് എന്നുള്ളൊരു ആക്ഷേപമാണ് അമേരിക്കയിൽ FBI അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കമ്പനി. അപ്പോൾ അവരുടെ പരിശോധനയിൽ അവർ ഈ കമ്പനിയുടെ ബാങ്ക് പരിശോധിച്ചതിൽ തന്നെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ കൈമാറിയിട്ടുള്ള ആദ്യം ഒരു $9 മില്യൺ കൈമാറിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് രേഖകളടക്കം അപ്പോൾ ഇവർ പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊടുത്ത പൈസ എന്ത് ചെയ്യുന്നു? AFAയുടെ ഭാരവാഹികളുടെ ഷെൽ കമ്പനികളിലേക്ക് ഫണൽ ചെയ്യുന്നു എന്നാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. ഈ പ്രശ്നം അർജൻറ്റീനയിൽ തന്നെ വേറൊരു കേസായിട്ടുണ്ട്, കോടതിയിലെ കേസുണ്ട്. AFA എന്തുകൊണ്ടാണ് നേരിട്ട് പണം സ്വീകരിക്കാതെ ഇങ്ങനെ ഏജൻസിയെ ഏൽപ്പിക്കുന്നത് എന്നുള്ളതാണ് അവിടെ ഉയർന്ന ചോദ്യം. കാരണം ഇവർ സ്വീകരിക്കുന്ന പണത്തിൻ്റെ 30% ഈ കമ്പനി എടുക്കുകയാണ്. അവർ സ്വീകരിക്കുന്ന പണത്തിൻ്റെ 30% ഈ കമ്പനി എടുക്കുകയാണ്. ബാക്കി AFAക്ക് എന്ന രീതിയിൽ ആ എഗ്രിമെൻറ്റിൽ അങ്ങനെയാണുള്ളത്. ഇനി AFA ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ അവർ AFAയുടെ അക്കൗണ്ടിലേക്ക് പണം കൊണ്ടുവരാതെ, സാധാരണ AFAയുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നാൽ അർജൻറ്റീനയിൽ ഫുട്ബോൾ വളർത്താൻ വേണ്ടി അവിടെയുള്ള പ്രാദേശിക ക്ലബ്ബുകൾക്ക് വേണ്ടിയാണ് ഈ പണം ഉപയോഗിക്കുക. ഇത് ഉപയോഗിക്കാതെ ഇവർ തട്ടിയെടുക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം. കോടതിയിൽ അവിടെ ഒരു കേസ് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു നമുക്ക് പറയാൻ കഴിയില്ല. അവർ AFA പറഞ്ഞിട്ടുള്ള ഏജൻസി പൈസ കൊടുത്തു, പക്ഷേ ഇവർ കരാർ പാലിച്ചത് വരാൻ കഴിഞ്ഞിട്ടില്ല. പണം തിരികെ കൊടുത്തോ റിപ്പോർട്ടർക്ക് എന്നുള്ളത് നമുക്കറിയില്ല. അത് കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും, കാരണം വരാതിരുന്ന സാഹചര്യത്തിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇവിടെയുള്ളൊരു പ്രശ്നം RBC എന്ന് പറയുന്ന കമ്പനി തന്നെയാണ് ഈ പണം ആർക്ക് കൈമാറിയിട്ടുള്ളത്? അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ ഏൽപ്പിച്ചിട്ടുള്ള ഏജൻസി കൈമാറിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലിയ പണം ആദ്യം 9 മില്യൺ കൊടുക്കുന്നു, പിന്നെ 4.5 മില്യൺ വേറെ ഫണ്ട് ചെയ്യുന്നതിന് ഇത് ടാക്സാണ് കൊടുക്കുന്നത്. ഇത്രയും പണം കൈമാറുമ്പോൾ ഇവരുടെ വരുമാന സ്രോതസ് അന്വേഷിക്കണ്ടേ? ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പണത്തിൻ്റെ സ്രോതസ് അന്വേഷിക്കണം. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതിയോടെ കൂടി മാത്രമേ പണം കൈമാറാൻ പറ്റൂ. അപ്പോൾ RBIയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി പണം അയക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊരു എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്സിന് വേണ്ടി അയക്കണം. ഇതിവിടെ എന്താണ്? ഇത് എക്സ്പോർട്ടോ ഇമ്പോർട്ടോ അല്ല, ഒരു കമേഴ്ഷ്യൽ ഇവൻ്റാണ്, ഒരു സർവീസ് ഇതാണ്. അതിലിങ്ങനെ പണം കൈമാറാൻ പറ്റുമോ എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ വേണം. മാത്രമല്ല ഈ പണത്തിൻ്റെ സ്രോതസ് അറിയണമല്ലോ. ഇത്രയും വലിയ തുക, ചെറിയ തുകയല്ല അത്. ഒരു ടെലിവിഷൻ ന്യൂസ് ചാനലിനെ സംബന്ധിച്ച് 140 കോടിയോളം രൂപ, 126 അല്ലെങ്കിൽ 140 കോടിയോളം രൂപ എന്ന് പറയുന്നതെങ്കിൽ $14.5 മില്യൺ എന്ന് പറയുന്നത് ചെറിയ തുകയല്ല. അപ്പോൾ അത്രയും വലിയൊരു തുക കൊടുക്കുമ്പോൾ ഇതിൻ്റെ സ്രോതസ് കാണണ്ടേ? ഇത് ഏത് കമ്പനിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഫണ്ടാണ്? ഈ ഫണ്ട് എവിടെ നിന്ന് വരുന്നതെന്ന് അന്വേഷിക്കണ്ടേ? അതാണ് ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഫണ്ടിൻ്റെ സ്രോതസ് എവിടെയാണെന്ന് അന്വേഷിക്കണം. ഇൻകം ടാക്സ്, ED തുടങ്ങിയ, അതിൽ FEMA വയലേഷൻ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനർത്ഥം അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിൽ FEMA വയലേഷൻ ഉണ്ടെന്നോ ഇതിൽ ക്രമക്കേടുണ്ടെന്നോ ഇത് കള്ളപ്പണമാണെന്നൊന്നും അർത്ഥമാക്കുന്നില്ല. പക്ഷേ ഇത് ഡ്യൂബിയസ് ആണ് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു റിപ്പോർട്ടർ അവിടെ നിന്ന് കള്ളപ്പണം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതല്ല ഈ റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ ഇത് ഡ്യൂബിയസ് ആണ്, ഇതേക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് സർക്കാർ ഇത്തരം ഒരു പരിപാടിക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ്. സർക്കാർ എന്ന് പറഞ്ഞാൽ അത് ചട്ടങ്ങൾ പ്രകാരവും നിയമങ്ങൾ പ്രകാരവും പ്രവർത്തിക്കേണ്ട ഒരു ഒരു ഭരണഘടനാ സ്ഥാപനമാണല്ലോ സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത്. ഇതിൽ എങ്ങനെയാണ് ഈ സ്പോൺസറെ, ദാറ്റ് മീൻസ് RBCയെ തിരഞ്ഞെടുത്തത്? അതിന് ടെൻഡർ വിളിച്ചോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഈ റിപ്പോർട്ടിൽ ഉന്നയിക്കുന്നത്. അതിൽ ഉന്നയിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഗോട്ടാഡ് LLC എന്ന് പറയുന്ന ഒരു ഏജൻസി, ആ ഏജൻസിയാണ് ആദ്യം പ്രപ്പോസലുമായിട്ട് സർക്കാരിന് മുമ്പിൽ വരുന്നത്. അപ്പോൾ ഈ ആദ്യം പ്രപ്പോസൽ വരിക എന്ന് പറഞ്ഞാൽ അവരും ഈ RBC തമ്മിലുള്ള ബന്ധം എന്താണ്? അതൊരു ഷെൽ കമ്പനിയാണോ? രണ്ടുപേരും ഒരേ അഡ്രസ്സാണ്. ഒരേ അഡ്രസ്സാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡ്യൂബിയസ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് ഇവിടെ ചർച്ച ചെയ്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ RBCയുടെ ഡയറക്ടർമാരുമായി ബന്ധപ്പെട്ട കമ്പനികൾ എല്ലാം ഒരു എന്താണ് പറയുക, ഒരു ഡ്യൂബിയസ് പാസ്റ്റുള്ള കമ്പനികളാണ്. ഷെൽ കമ്പനികളൊന്നും ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന കമ്പനികളാണ്. മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ കൊച്ചമണി സച്ചാർ
അങ്ങനെ തുടങ്ങിയുള്ള കമ്പനികളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ എന്താണ്? ഇപ്പോൾ ഷെൽ കമ്പനികൾ ധാരാളം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കമ്പനി കാര്യ മന്ത്രാലയം അത്തരം കമ്പനികളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വളരെ കൂളായിട്ട് പ്രവർത്തിക്കുന്ന ഇത്തരം കമ്പനികൾ എന്താണ് $14.5 മില്യൺ വളരെ ഈസി ആയിട്ട് വിദേശത്തേക്ക് അയക്കുന്നു എന്ന് പറയുമ്പോൾ സംതിങ് ഫിഷി എന്ന് പറയാൻ കഴിയും. പക്ഷേ ഒരു കേന്ദ്ര ഏജൻസിയും ഇവർ അന്വേഷിച്ച് വരുന്നില്ല. അപ്പം മുട്ടിൽ മരൻമുറി കേസുണ്ടായി. ഇതേ കമ്പനിയുടെ ഡയറക്ടർമാർ വെച്ചുണ്ടായ കേസാണ്. ആ കേസിൽ ഇന്നിപ്പോൾ കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ കേസിൽ തന്നെ ED അന്വേഷണം തുടങ്ങിയതാണ്. ആ അന്വേഷണം അവിടെ എത്തി. EDക്കും അതിലൊരു പ്രശ്നമൊന്നുമില്ല. അതിൽ കള്ളപ്പണം വിളിപ്പിച്ചതൊന്നും ED കണ്ടെത്തുന്നില്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ ഒന്നുകിൽ ഒരു പൊളിറ്റിക്കൽ പാറ്റേണേജ് ഈ കമ്പനികൾക്ക് ലഭിക്കുന്നുണ്ട്. കാരണം കേന്ദ്ര ഏജൻസികൾ ആരും ഇവിടെ വട്ടമിട്ട് പറക്കുന്നില്ല, ഇവരെ പറ്റി അന്വേഷിക്കുന്നില്ല, ഇവരെക്കുറിച്ചൊരു പ്രശ്നമില്ല. $14.5 മില്യൺ വിദേശത്തേക്ക് അയച്ചാലും അതിൽ RBIക്ക് പ്രശ്നമില്ല, കേന്ദ്ര ഏജൻസികൾ പ്രശ്നമില്ല, പണത്തിൻ്റെ സ്രോതസ് അന്വേഷിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വലിയ സംരക്ഷണ വലയം, രാഷ്ട്രീയമായ സംരക്ഷണ വലയം മറ്റിടത്തുണ്ട്. അത് കേരളത്തിലല്ല, മറ്റൊരിടത്തുണ്ട്. ഒരുപക്ഷെ ആ പണത്തിൻ്റെ സ്രോതസ് പോലും അത്തരം കേന്ദ്രങ്ങളിൽ നിന്നാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇതിപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. മുഖ്യമന്ത്രി ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ലെന്ന് നമുക്കറിയില്ല. ആവശ്യപ്പെട്ടാൽ തന്നെ ആ ഏജൻസികൾ ഈ കമ്പനിക്കെതിരെ അന്വേഷണം നടത്തുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ മുട്ടിൽ മരമുറി കേസിൽ ED അന്വേഷണം എവിടെയെങ്കിലും കൺക്ലൂഷനിൽ എത്തേണ്ടതായിരുന്നു. എവിടെ എത്തിയിട്ടില്ല. ഏതുപോലെ കൊടകര കുഴൽപ്പണ കേസ് പോലെ ഇതും എവിടെയും എത്തിയിട്ടില്ല. അത്തരം എങ്ങും എത്താതെ പോയ ED അന്വേഷണങ്ങൾക്ക് കോമൺ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതിന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കണക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു കണക്ഷൻ ഈ പണത്തിനുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മാത്രമാണ് ഉത്തരം കിട്ടേണ്ടത്. നിഷാദ്, ഇപ്പോൾ RBC പോലൊരു കമ്പനി സ്പോൺസറായിട്ട് വരുന്നു. അപ്പോൾ മുൻ സർക്കാർ വിചാരിക്കുന്നു എന്നാൽ പിന്നെ മെസ്സി വരട്ടെ, അർജന്റീന ടീം വരട്ടെ എന്ന് കരുതിയിട്ട് അതിനോട് വെറുതെ അങ്ങ് സഹകരിച്ചു കൊടുക്കുക മാത്രമോ, അതോ ഇതിലൊരു തുല്യ ഉത്തരവാദിത്തം മുൻ സർക്കാരിന് ആ കായിക വകുപ്പിന് കൂടിയിട്ടില്ലേ? ഞാനതിന് തുല്യ ഉത്തരവാദിത്വം എന്നുള്ള വാക്കിലല്ല കാണുന്നത്. സർക്കാരിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം. നമുക്ക് ആരോടെ ചോദിക്കാനുള്ളത്? നമുക്ക് ചോദിക്കാനുള്ള V. അബ്ദുറഹ്മാനോടും പിണറായി വിജയനോടും അന്നത്തെ LDF സർക്കാരിനോടുമാണ്. ഈ നാട്ടിലെമ്പാടും ഷെയ്ഡി ആയിട്ടുള്ള സ്വഭാവമുള്ള കമ്പനികളുണ്ട്, വ്യക്തികളുണ്ട്, ക്രിമിനൽ കേസിൽപ്പെട്ടവരുണ്ട്, തട്ടിപ്പുകാരുണ്ട്, അവർ വലിയ പ്രമുഖരായിട്ട് വിലസി നടക്കുന്നവരുണ്ട്. അവരവരുടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് പല നിലയ്ക്ക്. അവർ പല സംരംഭങ്ങളിലൂടെ പണം ഉണ്ടാക്കാൻ ശ്രമിക്കും. ആ സംരംഭങ്ങൾ പലതും പലതരത്തിലുള്ള ദുരൂഹമായ വഴികളായിരിക്കും. അവരുടെ പണി അതാണ്, അവരുടെ പ്രൊഫഷൻ അതാണ്. ബട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ സർക്കാരിനുമാണ്. നിങ്ങൾ എന്തിനാണ് ഇതിൻ്റെ പതാകവാഹകരായിട്ട് നിന്നത്? അതിന് ഗവൺമെൻറ് അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിന്ന് ആൾക്കാർ ഉത്തരം പറയണ്ടേ? മെസ്സി വരുമെന്ന ഒരു നിലയ്ക്കുമുള്ള സാങ്കേതികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ഒരു കമ്പനി, അതൊരു ഷെയ്ഡി വ്യക്തിത്വം പ്രഖ്യാപിക്കുമ്പോൾ DYFIയുടെ നേതാക്കന്മാർ മുതൽ മന്ത്രി വരെയുള്ള ആൾക്കാർ മുഴുവൻ മെസ്സി വരും കേട്ടോ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ്. ഈ സർക്കാർ കൊണ്ടുവരുന്ന ഒരു നേട്ടമായിട്ട് കാണുകയാണ്. എന്നിട്ട് ഈ മുട്ടിൽ മരമുറി കേസിലെ പ്രധാനപ്പെട്ട മനുഷ്യൻ ആൻറ്റോ അഗസ്റ്റിൻ, അദ്ദേഹം തന്നെ സിനിമാറ്റിക് സ്റ്റൈലിൽ വരുന്നു, സെക്രട്ടേറിയറ്റിലോ മറ്റോ മീറ്റിംഗ് വിളിക്കുന്നു. ആ മീറ്റിങ്ങിൽ സർക്കാരിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്നു, മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുക്കുന്നു. അപ്പോൾ ഈ മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൂട്ടാൻ തക്കവണ്ണം ശേഷിയുള്ളവരായിട്ട് മാറുന്നു. അപ്പോൾ ഇദ്ദേഹമാണ് ഈ പരിപാടികൾ മുഴുവൻ ആസൂത്രണം ചെയ്യുകയും അതിന് മുഖ്യ കർമ്മിയായി നിൽക്കുകയും ഗവൺമെൻറ് അതിൻ്റെ കൂടെ നിന്ന് കൊടുക്കുന്നു. ഗവൺമെൻറ് തന്നെ എന്നിട്ട് അതിൻ്റെ ഗ്യാരണ്ടറായിട്ട് വന്നിട്ട് പറയുകയാണ് മെസ്സി വരും. അപ്പോൾ ഇദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ മെസ്സി വരുന്നതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ, പൈസ കൊടുത്തിട്ടുണ്ടോ, നിങ്ങൾക്കൊരു പ്രോപ്പർ എഗ്രിമെൻ്റ് ഉണ്ടോ എന്ന ചോദ്യത്തിനും ആദ്യം ഇറങ്ങി വന്ന് V. അബ്ദുറഹ്മാൻ ന്യായീകരിക്കുന്നത്. V. അബ്ദുറഹ്മാൻ മാധ്യമങ്ങളോട് ചൂടാവുകയാണ്. കാരണം സർക്കാരിൻ്റെ ഒരു പരിപാടി പോലെ. അപ്പം ഞാൻ പറയുന്നത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അന്നത്തെ ഗവൺമെൻറ്റാണ് മെസ്സി വരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പൈസ സർക്കാരിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് അപ്പോൾ അന്ന് ആൾക്കാർ ചോദിച്ചു 100 കോടി രൂപ മുടക്കി മെസ്സിയെ കൊണ്ടുവരുന്നതാണോ നമ്മുടെ കായിക മേഖലയിലെ പ്രധാനപ്പെട്ട ആവശ്യം? അപ്പോൾ സർക്കാർ പറഞ്ഞു സർക്കാരല്ല പൈസ മുടക്കുന്നത്, അത് പൈസ മുടക്കാൻ സ്പോൺസറെ കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്പോൺസറെ ഏകപക്ഷീയമായി സർക്കാർ തീരുമാനിച്ചത് എങ്ങനെയാണ്? ഒരു ടെൻഡർ പോലും ഇല്ലാതെ ഒരു സ്പോൺസർ എങ്ങനെ വന്നു? ആ സ്പോൺസർ ഇങ്ങനെ അഹിതമായി കാര്യങ്ങൾ ചെയ്തതിനെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള പിന്തുണ എങ്ങനെ ഉണ്ടായി? അത് വിശദീകരിക്കണം. അത് സർക്കാർ, എനിക്ക് അന്നത്തെയും പോയിൻ്റതാണ് ഇന്നത്തെയും പോയിൻ്റതാണ്. അല്ലാതെ നമുക്ക് നാട്ടിലുള്ള എല്ലാ ഷെയ്ഡി ആയിട്ടുള്ള ആൾക്കാരോടും പോയിട്ട് നിങ്ങളെന്തേ ധാർമ്മികമായി പെരുമാറാൻ ചോദിച്ചതിന് യുക്തി എന്താണ്? മുട്ടിൽ മരമുറി കേസിലെ പ്രതിയോട് പോയിട്ട് നിങ്ങൾ മറ്റേ കേസിൽ എന്തുകൊണ്ട് മാന്യമായി പെരുമാറിയില്ല എന്ന് ചോദിച്ചതിന് വല്ല കാര്യമുണ്ടോ? ഈ മാന്യൻ ആണ് പറഞ്ഞത് മീഡിയ വണ്ണിൻ്റെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്ന് അന്ന് പറഞ്ഞു പോയതല്ലാതെ പിന്നെ പ്രൊമോട്ടേഴ്സ് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട പ്രൊമോട്ടേഴ്സിൻ്റെ പേരൊന്നും അദ്ദേഹം വെളിപ്പെടുത്തിയാൽ കാണുന്നില്ല. പിന്നീട് അദ്ദേഹം തലയിൽ മുണ്ടിടേണ്ടതായ സവിശേഷമായ സന്ദർഭങ്ങൾ പലതും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. പാവം മുണ്ടെന്ന് ഇവിടുന്ന് കാണുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തോടും അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇടപാടുകളോടും ചോദ്യങ്ങളേ ഇല്ല. ചോദിച്ചിട്ട് കാര്യമുള്ള കാര്യമല്ല. നമ്മുടെ ചോദ്യം ഗവൺമെൻറ്റിനോടാണ്. നിങ്ങൾ ഇത്തരം തരത്തിലുള്ള ഈ
ദുരൂഹമായ ഇടപാടുകൾക്ക് കാർമ്മികത്വം വഹിക്കുകയും കുട വിരിച്ചു കൊടുക്കുകയും ചെയ്തത് എന്തിനാണ്? അതുവഴി ഇപ്പോൾ ഇതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലാഭവിഹിതം നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കാരണം ഇത് നടക്കാൻ പോകാത്ത കേസാണെന്ന് ലോജിക്കലി ആലോചിക്കുന്ന ആർക്കും അറിയാം. നമ്മളിവിടെ തന്നെ പലതവണ സംസാരിക്കും പല അജിംസനെയും പറഞ്ഞു മെസ്സി വരാൻ പോകുന്നില്ല എന്ന്. അതിൻ്റെ പേരിൽ കുറേ പേര് വലിയ വിമർശനമായിട്ട് വന്നു. ഇദ്ദേഹത്തിൻ്റെ തന്നെയും സൈബർ പട മാസ് BGM ഒക്കെ ഇട്ട് കുറേ സാധനം 3-4 ദിവസം ഓടിക്കുകയും ചെയ്തു. മെസ്സി വരും കെട്ടാ എന്ന് പറഞ്ഞവർ, കേരളയിൽ വരും കെട്ടാന്ന് പറഞ്ഞത്. പക്ഷേ മെസ്സി ഇപ്പം അന്നും വന്നില്ല ഇന്നും വന്നില്ല. മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട എപ്പിസോഡ് മുഴുവൻ തട്ടിപ്പിൻ്റെതാണെന്ന് ഇപ്പോൾ മനസ്സിലാവുകയും ചെയ്യുന്നു. സോ തട്ടിപ്പായിരുന്നുവെങ്കിൽ അതിൽ സാമ്പത്തിക ക്രമക്കേടുണ്ടെങ്കിൽ ആ സാമ്പത്തിക ക്രമക്കേടിൻ്റെ ആനുകൂല്യം വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് അഴിമതി മുക്ത ഭരണമായിരുന്നു ഞങ്ങളുടെ 10 വർഷം എന്ന് പറയുന്നത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ആളുകളും പറയട്ടെ. രണ്ടാമത് അജിംസു അവസാനം പറഞ്ഞൊരു പോയിന്റ് പ്രധാനപ്പെട്ടതാണ്. ഇത്രയും വലിയ തട്ടിപ്പിൻ്റെ കഥകളൊക്കെ പുറത്തു വരുമ്പോഴും മരമുറി കേസുമായി ബന്ധപ്പെട്ട സംഗതികൾ കിടക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൻ്റെയും ക്രമക്കേടിൻ്റെയും വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോഴും രാഷ്ട്രീയ സംരക്ഷണം ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനലിനെ കുറിച്ചൊന്നുമല്ല പറയുന്നത്, അദ്ദേഹത്തിന് വ്യക്തിപരമായി കിട്ടുന്നുണ്ട്. വ്യക്തിപരമായി കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയ സംരക്ഷണം ഒന്ന് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്നു. ഇത്രയും വലിയ ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടും അതിന്മേൽ അന്വേഷണമൊന്നുമില്ല എന്നതൊന്ന്. 2, അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം ആർക്ക് പ്രിയപ്പെട്ടവനാണ്? കേന്ദ്ര സർക്കാരിനും കേന്ദ്ര സർക്കാരിനെ റൺ ചെയ്യുന്ന പാർട്ടിക്കും പ്രിയപ്പെട്ടവനാണ്. അദ്ദേഹം മുന്നേ NDA നേതാവാണല്ലോ. അങ്ങനെ അവർക്ക് പ്രിയപ്പെട്ട ഒരാൾ ഇവിടെ മറ്റൊരു പാർട്ടിക്കും പ്രിയപ്പെട്ടവനാണ്. അതെങ്ങനെ സംഭവിക്കുകയാണ്? ആ താല്പര്യങ്ങൾ ഒന്നുചേരുന്ന ആ ത്രിവേണി സംഗമ ഭൂമിക ഏതാണ്? അതെനിക്ക് മനസ്സിലാവാത്തത്. ഒന്ന്, സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ഇത്തരം ഇടപാട് നടത്തുന്ന പലതരത്തിൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹം എങ്ങനെയാണ് ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ സാമൂഹികമായ മണ്ഡലത്തിലേക്ക് പലതരം സംഗതികളെ സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പം BJPക്ക് അന്വേഷിക്കേണ്ടാത്ത വിധം പ്രിയപ്പെട്ടവനായ ഒരാൾ, അയാളുടെ ക്രമക്കേടുകളെ മൂടി വയ്ക്കാൻ ആരൊക്കെ ഒരുമിച്ചിറങ്ങുന്നു? ഇപ്പുറത്ത് CPM ഇറങ്ങുകയാണ്. ഇന്നിപ്പോൾ ഈ വാർത്ത പുറത്തുനിന്ന് ശേഷം ഇത് കണ്ടതായി പോലും ഭാവിക്കാത്ത ഒരു കൂട്ടമുണ്ട്. അത് കേരളത്തിലെ CPM അവർ വേറെ ഏതൊക്കെയോ വഴിക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ ഷെയ്ഡി ക്യാരക്ടർ ഒരു നിലയ്ക്കും ഡിസ്റ്റേബ് ചെയ്യപ്പെടാൻ പാടില്ല. ഞങ്ങളുടെ ഒരു വിപ്ലവത്തിൻ്റെ പതാക ഏന്തിയ പ്രധാനി ഇദ്ദേഹമാണ് എന്ന് ഈ പാർട്ടിക്കാരും വിചാരിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും, ഈ BJPക്കാർക്കും ഈ CPMകാർക്കും മീറ്റ് ചെയ്യാൻ കഴിയുന്ന പോയിൻ്റായിട്ട് ഇദ്ദേഹം എങ്ങനെ പ്രവർത്തിക്കുന്നു? എനിക്കതിൽ അദ്ദേഹത്തോട് വലിയ ബഹുമാനമാണ്. അത് അദ്ദേഹത്തെ കൊണ്ട് മാത്രം പറ്റുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ അതെങ്ങനെ സംഭവിക്കും? ഫോർമുല അത്ര വലിയ സങ്കീർണമല്ല നിഷാദ്. ഒന്നും ആലോചിച്ച് നോക്കുക. കോൺഗ്രസിനെ ആക്രമിക്കുക, അത് BJPക്ക് ഇഷ്ടമാണ്, CPMന് ഇഷ്ടമാണ്. അല്ലാണ്ട് അത് ഇവർ 3 പേരും ചേരുന്ന ഒരു ത്രിവേണി സംഗമമൊന്നുമല്ല. ഒരു പക്ഷേ അതായിരിക്കാം. എന്തായാലും പക്ഷേ അത് മനസ്സിലാക്കാത്ത കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം അതിനകത്തുണ്ട്. CPM അപ്പോൾ അസോസിയേറ്റ് ചെയ്യുന്ന ആളാണ്. ഒരു രാഷ്ട്രീയ വേട്ടയ്ക്ക് ഇറങ്ങുമ്പോൾ ഇതിന് മുമ്പത്തെ ഒരു സന്ദർഭം എനിക്ക് തോന്നുന്നു, അത് ഈ വിഴിഞ്ഞം തുറമുഖത്ത് ലത്തീൻ കത്തോലിക്കാരുടെ സമരത്തിലാണ് ഇതുപോലെ ഒരു ഐക്യം കണ്ടിട്ടുള്ളത്. ഒരേപോലെ ഇത് ആരുടെ കൂടെ കൂടിയിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങുന്നത്? CPMമാരെ ആലോചിച്ചോട്ടെ. CPMനെ സംബന്ധിച്ച് അവർ അതിൻ്റെ കോമ്രേഡ്സ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അവർക്കൊരു തട്ടുകേട് പറ്റിയിട്ടുണ്ട്. അത് തിരുത്താൻ ഏതെങ്കിലുമൊക്കെ മാധ്യമ മുതലാളിമാർ വിചാരിച്ചാൽ നടക്കും, അവർ ഞങ്ങളെ രക്ഷിച്ചെടുത്തോളും എന്ന് വിചാരിക്കുന്ന അബദ്ധത്തിൻ്റെ നെറുകയിൽ നിന്ന് അവരിറങ്ങി വന്നിട്ട് അവർ പണിയെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ അവിടെ എന്ത് തെറ്റ് ചെയ്താലും സംരക്ഷിക്കൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നൊക്കെ കരുതുന്നത് തന്നെയാണ് CPMൻ്റെ അപജയത്തിൻ്റെ ഒരു കാരണങ്ങളിലൊന്ന്. ഫൈനലി എനിക്ക് പറയാനുള്ളത്, അന്നത്തെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ വിശദീകരിക്കട്ടെ ഈ കോടികളുടെ ഇടപാടിന് മുന്നിലെ കഥകൾ എന്തായിരുന്നു. യെസ്, എന്തായാലും ഈ RBC എന്ന കമ്പനികളുടെ ഉടമകൾ മുമ്പ് നമ്മുടെ മുമ്പിൽ ഏതൊക്കെ കമ്പനികളുമായിട്ട് മുന്നോട്ട് വരികയും വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തു എന്നുള്ളത് അറിയാവുന്നതാണ്. ആ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിരുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ സർക്കാരിലും അതിന് ചുക്കാൻ പിടിച്ച മന്ത്രിമാർക്കും എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. എന്നിട്ടും വീണ്ടും RBCയുമായിട്ട് ചേർന്നിട്ട് ഇത്തരം ഒരു തട്ടിപ്പിന് സർക്കാർ എന്തിനും കൂട്ടു എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്.